എല്ലാവർക്കും ഒരു ഹൈ പോയി കാണാൻ പോകുന്നത് ബാറ്റിൽ തുറത്ത ഹെവൻ എന്ന ആനിമിൻ്റെ എപ്പിസോഡ് 165 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഏൻഷ്യൻ്റ് റീജിയൻ പ്ലാറ്റ്ഫോം അവിടെ ആൾറെഡി ഒട്ടുമിക്ക ഗ്രൂപ്പും എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് ചെയ്യുവാനും ഫ്ലവർ സെക്റ്റിലുള്ളവർ വന്ന് ഫ്ലവർ സെക്റ്റ് വന്നല്ലോ എന്ന് മുഴുവൻ പെമ്പിള്ളേരെ കണ്ട് അവർ ഓരോന്ന് പറയാനായിട്ട് തുടങ്ങി. അത് ലീഡ് ചെയ്യുന്നത് ഒരു പയ്യനാണല്ലോ. അപ്പോൾ ഒരുത്തം വന്നിട്ട് അവൻ്റെ കയ്യിൽ വേണ്ട പിൽസൊക്കെ ഉണ്ട് കൂടെ കൂട്ടാനായിട്ട് പറയുമ്പോൾ മൈൻഡാക്കാതെ അവരവിടെ നിന്ന് ഒരു മാസം ബീച്ചിട്ട് നടന്നു പോവുകയാണ്. പെമ്പിള്ളേരെല്ലാവരും ആറ്റിറ്റ്യൂഡ് പീക്ക് ലെവലിലാണ് ഉള്ളത്. അതിലൊരു ഗ്രൂപ്പിലെ ആള് ആ പയ്യൻ അവരൊരു നോർമൽ പേഴ്സൺ ആയിട്ട് തോന്നുന്നില്ല. അങ്ങനെ നടന്ന് അകത്തേക്ക് പോകുന്നുണ്ട്. ഷിയോനെ കണ്ടിട്ട് ഗൂഗ്ലാൻ ഇത് മിസ്സാക്കുമെന്ന് തോന്നുന്നില്ല എന്ന് യൂണറിനെ കാണാനായിട്ട് വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ്. മുകളിൽ ഉള്ളവർ സ്ട്രോങ് ആണ്, എന്ത് നടക്കും കെയർഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറയാണ് അവരോട്. അതുകൊണ്ട് മെഡിറ്റേഷനിലിരുന്ന ഫെൻഷിങ്ങർ കണ്ടവടെ ചാടി അവൻ്റെ അടുത്തേക്ക് വന്ന് മൈൻഡ് ആകാതെ പോകാനായിട്ട് പറഞ്ഞ് ഷിയോയന് പോകുന്നുണ്ട്. വേറൊരു ആള് അവിടെ വരുന്നു. അവന്റെ പേര് ജ്യൂഫെങ്, പീക്ക് 1000 ഹൈ ലെവലാണ്. ഷിയോയനോട് നീയാണല്ലോ ഷിയോയൻ, അവന് ആരെന്നാ ഫോണിക്സ് ട്രൈബിലെ ഹെഡിന്റെ മകനാണ്, അവൻ വളരെ സ്ട്രോങ് ആണ് എന്ന ഷിയോയൻ ആരെന്ന് അവിടെ ഉള്ളവർക്ക് അറിയില്ല. ഷിയോയൻ, നീ നമ്മുടെ ഡ്രാഗൺ ഫോണിക്സ് ഒറിജിൻ ഫ്രൂട്ട് എടുത്തു, അവനതിന് അതാർക്കും അവകാശപ്പെട്ടതല്ല എന്ന് പറയെ കലിപ്പായിട്ട് അവളെ നിൽക്കുകയാണ്. മറ്റവര് റെഡിയായി. ദൂരെന്ന് യൂണറും കൂഷിങ്ങും കണ്ടിരുന്നു. അങ്ങോട്ട് പോവുമല്ലോ ഷിയോയനപ്പോൾ നീ എന്തോ സീക്രട്ട് ടെക്നിക്ക് വഴി ലെവൽ കൂട്ടിയെന്ന പോലെ. എന്നാൽ അഡ്വാൻസ്ഡിലേക്ക് പോകാൻ ഉള്ളത് ലോസ്റ്റ് ആകിയില്ലേ. അവളതിന് 1000 ലെവൽ ബ്രേക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് ലൈഫ് തന്നെ പെറ്റുവയ്ക്കേണ്ടി വന്നു. പ്യുവറായ ഫോണിക്സ് ബ്ലഡ് അവളിലേക്ക് കയറ്റണം. അതായിരുന്നു ഏറ്റവും വലിയ ടോർച്ചർ. അവളുടെ സ്കിന്ന് ബോണും എല്ലാം ഉണ്ടാക്കുന്ന വേദന ഒരു നോർമൽ ഹ്യൂമൻ എത്ര മാത്രം വേദനിപ്പിക്കാമോ അത്രയും അവളുടെ ട്രൈബ് മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് അവൾക്ക് വേണ്ടി ബ്ലഡ് കൊടുത്ത് സാക്രിഫൈസ് ചെയ്തു. ഞാൻ ഡെഡായില്ല, ഇതിനെല്ലാം കാരണം അവനാണ് എന്ന് പറയുമ്പോൾ നിന്റെ ട്രൈബ് മെമ്പേഴ്സ് വീക്കായതിന് ഞാൻ എന്ത് ചെയ്തു എന്ന പോലെ അവിടെ നിന്ന് ഒരു ഫൈറ്റ് ആകും. ഫ്ലവർ സെക്റ്റ് ഡീമൺ ഫോണിക്സ് ട്രൈബ് ആയിട്ട് എന്നൊക്കെ പറയുകയാണ് മുകളിലുള്ളവർ. അപ്പോഴാണ് ഫോണിക്സ് ട്രൈബ് ഒരു അറഗന്റ് ആണല്ലോ എന്ന് വോയിസ്. അത് ഗൂഷിങ് ആയിരുന്നു. യൂണർ വന്ന് ഷിയോന്റെ അടുത്തേക്ക് പോയി. മെഡൂസയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലാത്ത പോലെ മെഡൂസയെ നോക്കിയിട്ട് എന്ന പോലെ തിരിച്ചു എന്ന പോലെ. കുഷ്യൻ വന്നിട്ട് അവിടെ നിൽക്കെ കുഷിങ്ങിനോട് ഇങ്ങനെയുള്ളതിലൊന്നും ഇടപെടില്ല എന്ന് കരുതിയില്ല. ഇടപെടുമെന്ന് കരുതിയില്ല. അതിനവനാകട്ടെ ഷിയോൻ ഫാലസ്റ്റർ പൗലിലെ യങ്മാസ്റ്ററാണ്, ഗൂക്ലാന്റെ ഹോണർ ഗസ്റ്റാണ് എന്ന് പറയുന്നത്. അത് കേട്ട് അവന് ഷോക്ക്. എന്ത് തന്നെയായാലും ഞാൻ അവനെ കൊല്ലു എന്ന് ഫെങ്ഷിയർ. അവരുടെ പേഴ്സണലായ കാര്യത്തിൽ ഇടാതിരുന്ന പോരെ എന്ന് ജ്യൂഫെങ് പറയുമ്പോൾ ഷിയോയെ വെല്ലുവിളിക്കുന്നു. എന്നാൽ യൂണർ അവളെ തടഞ്ഞു. അവൾ റെഡിയായി. പിന്നെ അവരുടെ ഫൈറ്റ് സ്റ്റാർട്ടാകാനാണ് പോകുന്നത്. ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അവൾ മുൻപ് അവനെ നേരെ ഉപയോഗിച്ച് ആ സ്കില്ല് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് നിനക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുമല്ല ആ ഓൾഡ് ട്രക്ക് പിന്നെ ഉപയോഗിക്കണം. ആ സ്കില്ല് ഉപയോഗിക്കാനായിട്ട് വന്നത് ഷിയുവൻ പെട്ടെന്ന് പോയിട്ട് അവളുടെ മുഖത്ത് ചൊറ്റാട്ടി. അതിൽ അവൾ താഴെ വീണ്. എല്ലാവരും എന്ത് അടിയടിച്ച് എന്ന സംസാരം. അവൻ താഴേക്ക് വന്നിട്ട് അവളോട് നിനക്ക് പറ്റിയ കാര്യത്തില്ല മറ്റുള്ളവരുടെ മേലാക്കാതെ ഇരിക്കുക. അവനോട് നിനക്ക് എന്നോട് വല്ല ഉണ്ടെങ്കിൽ ഒരു പെട്ടിന്റെ മുൻപിൽ വെച്ച് സംസാരിക്കാതെ നേർക്ക് വാ, അവനും അടുത്ത തവണ അല്ല നേരിട്ട് വരും, ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഷിയോയിനും പോയി. അവനോട് നീ ബ്രൂട്ടലായി പോയെന്ന് പറയുമ്പോൾ അതിന് തിരികെ അല്ലെങ്കിൽ അവൾ ഓർക്കില്ല. യൂണറപ്പോ ഗൂക്ല റെസ്റ്റ് ചെയ്യുന്ന അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയി. അവൾക്കാകട്ടെ ആകമത്തെ കലുഫായിട്ട് തന്നെ നിൽക്കണം. അത് കഴിഞ്ഞ് ഈശ്വനോടും കുറെ നാൾക്ക് ശേഷം നമ്മൾ കണ്ടല്ലോ. യുൻഷിനെ വിളിച്ച് കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ എൻട്രാനെ കാണുന്നുണ്ട്. അവള് പണ്ട് നടന്ന ഓർക്കാണ്. ഷിയോയിന്റെ യഥാർത്ഥ വൈഫാകേണ്ടിരുന്ന പെണ്ണായിരുന്നു എന്നതാണ് മെഡൂസയുടെ. ഞാൻ അലയൻസിന്റെ അതിന്റെ കാര്യം നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇതുവരെ എത്തിച്ചു. അതിന് നന്ദി പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതെന്റെ കടമയാണ്, എന്നെ സൈലിനി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുകയാണ്. ഷിയോയിനോട് ഇവിടെ വന്നത് ബോധ ട്രീക്ക് വേണ്ടിയല്ലേ. ഇപ്പോഴാണ് പറയുന്നത് അവിടെ ഉള്ള വഴി കൂടി ഡീപ്പായിട്ട് പോകണം. അവിടെ ആയിട്ടുണ്ടാകും എന്നാൽ മോസ്റ്റ് പവർഫുള്ളായ ബീസ്റ്റുകളാണ് അവിടെ ഉള്ളത്. അവളവിടെ പോയോ എന്ന് കഴിഞ്ഞാൽ അതേപോലെ സീ ബീസ്റ്റുകളും ഉണ്ട്. അത്ര എളുപ്പം അതും കടന്ന് പോകാൻ കഴിയില്ല. അതേപോലെ ഒരുപാട് മോൺസ്റ്റേഴ്സും ഉണ്ട്. ആരും തന്നെ അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർ വെപ്രാളം കാണിക്കാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്നത് കാര്യം മനസ്സിലായി. കുറച്ച് പവർഫുള്ളായ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സൗണ്ട് നോക്കുമ്പോൾ അത്രയും കൊടൂരായ ബീസ്റ്റുകൾ ആ പോയവരെ കൊന്നു വരികയാണ്. ചിലര് ജീവൻ പണയം വെച്ചൊക്കെയാണ് തിരിച്ചു വരുന്നത്. ഇങ്ങോട്ട് ആ ബീസ്റ്റുകൾ വരില്ലല്ലോ, അപ്പോൾ ഇനി ഇവിടെ സേഫ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ടെൻഷൻ ആകുമ്പോൾ ഒരുപാട് സോൾ ചെയ്യും വെച്ചുള്ള അറ്റാക്കിൽ ആ ബീസ്റ്റുകളെല്ലാം കൊന്നു. അതാരെന്ന് അറിയാലോ, സോൾഹാൾ തന്നെ. സോൾഹാളിനോട് അവരെ നന്ദി പറയുകയാണ്. അവന്റെ പേര് ഹൊന്യു, പീക്ക് 1000 ഹൈ ലെവല്. ഷിയോനെ കണ്ട് യൂണർ അവനോട് ഇവന്റെ പേരാണ് ഹൊന്യു, വളരെ ഡേഞ്ചറായ പേഴ്സൺ ആണ്. കൂശോനപ്പോ ഹുൻക്ലാൻ ബ്ലഡ് ലൈൻ അവന്റെ ഉള്ളിലുണ്ട്. മിക്കവർ അടുത്ത ഹുൻക്ലാൻ ചീഫ് ആകാനുള്ള ചാൻസ് ഇവനാകും. യങ്ങസ്റ്റ് ജനറേഷനായ ഹൊന്യു അത് ഇവനാണ്. അവന് പറയാനായിട്ട് തുടങ്ങി
അല്ല, അവിടെ ഉള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മൾ വന്നത് ബോധി ട്രീക്ക് വേണ്ടിയാണ്, അത് ഡീപ്പായിട്ട് പോകണം. എന്നാൽ അങ്ങനെ പോകണമെങ്കിൽ ആ വരുന്ന ബീസ്റ്റുകളെല്ലാം അറ്റാക്ക് ചെയ്താൽ പോകാൻ കഴിയുക. അവരെ അലയൻസായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് പറഞ്ഞു വരുന്നത്. ഒറ്റയ്ക്ക് പോകാൻ നിന്നാൽ ഉറപ്പായി ഡെഡ് ആകും. മോസ്റ്റ് ചാൻസും അങ്ങനെയാണ്. കാരണം ഡൗസും പീക്ക് ലെവൽ ബീസ്റ്റുകൾ വരെ അവിടെ ഉണ്ട്. അവരോട് കൂടെ ചേരാനായിട്ട് പറയുന്നുണ്ട്. അവർക്ക് ഫുൾ ക്ലാൻ ആയതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. നിങ്ങൾ ഈ റൂയിൻസിൽ എന്തുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് അറിയാലോ. എന്നാൽ ഇനി അത് പറ്റില്ല. നോക്കുമ്പോൾ ആ ബീസ്റ്റുകളെല്ലാം അങ്ങോട്ട് വരികയാണ്. ഇതെങ്ങനെയാ, ബീസ്റ്റുകൾ ഇവിടെ വരില്ലല്ലോ എന്നൊക്കെ സംസാരം. കുഞ്ഞു പറയുന്നതല്ലാതെ വേറെ വഴി ഇല്ല എന്നത് പറയുകയാണ്. ഈ സമയം ഹുൻ ക്ലാനിലെ ബാക്കി മെമ്പേഴ്സ് ചേർന്ന് ഒരു ഫോർമേഷൻ പോലെ ഒരു പവർ ഉപയോഗിച്ച് ആ ഫോർമേഷൻ സെറ്റാക്കി നമ്മുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഉള്ളത് അത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ സോൾ ഹാൾ മെമ്പേഴ്സ് അറ്റാക്ക് കൊടുത്തു. അതിനെല്ലാം കൊന്നു. അവിടെ ഉള്ളവരുടെ മുൻപിൽ അവർ സ്ട്രോങ് ആണ് എന്ന് കാണിക്കുകയാണ് ചെയ്തത്. അവരോട് അതിന് നിങ്ങളെ ആരും കമൻറ്റ് ചെയ്യില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതുള്ളത് ചെയ്യാം, അവിടെ വരെ എത്താൻ വേണ്ടി കൂടെ മാത്രം നിന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഇവർ സ്ട്രോങ് ആണ്, ഈ വഴി കൂടെ പോകാം എന്ന് പറയുന്നുണ്ട്. ശിവന് ഇവൻ നന്നായിട്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇന്ന് മനസ്സിൽ. ടീമൻ ഫോണിക്സ് ട്രൈബ് അവരുടെ കൂടെ കാണും എന്ന് പറയുകയാണ്. അവന് നന്ദി പറയുന്നുണ്ട്. ആർത്തോലിച്ച് വരുന്ന ആ ബീസ്റ്റുകളുടെ സൗണ്ട് അത് കേട്ട് അവർ കൂടെ വരുമെന്ന് പറഞ്ഞ് ഹുൻക്ലാൻ്റെ അടുത്തേക്ക് ചെന്നു. അതിനുശേഷം അവിടെ നിന്ന് സ്പീഡിന് പോവുകയാണ്. ശിവൻ നമുക്കും പിറകെ പോകാം, ക്ലോസ് ആയിട്ട് പോകണ്ട എന്ന് പറഞ്ഞു പോയി ആ വരുന്ന ബീസ്റ്റുകളെ കൊന്നു പോവുകയാണ്. കുറച്ചായപ്പോൾ തന്നെ ശിവൻ ക്ലോസ് ആയിട്ട് കയറേണ്ട അവരുടെ ട്രാപ്പ് മനസ്സിലാക്കണം. ബീസ്റ്റായിട്ട് തുടങ്ങി. ഈ സമയം പോയവരൊക്കെ ആ ബീസ്റ്റുകൾ അറ്റാക്ക് ചെയ്യുകയാണ്. അതോ ഒരാളെ ടാർഗറ്റ് ഒന്നും അല്ലല്ലോ, കിട്ടിയ ആളെ കൊല്ലാനായിട്ട് നോക്കുകയാണ്. ഹുൻക്ലാൻ്റെ നേരെ വന്നത് സൈഡ് മാറ്റിവിട്ട് അത് തന്നെ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു അവരുടെ പ്ലാൻ. ആ ബീസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് സ്മൂത്തായിട്ട് പോകാം എന്ന് ആ ഫോർമേഷൻ മാറ്റാനായിട്ട് പറയുന്നുണ്ട്. അവർ പിന്നെ പോകുന്നു. മറ്റ് ബീസ്റ്റുകളെ അറ്റാക്ക് ചെയ്തു നോക്കി ഹുൻക്ലാൻ പോവുകയാണ്. എന്നാൽ അതപ്പോഴും അവർക്ക് മനസ്സിലായില്ല. നമ്മൾ പിറകിലാണ് കൂടെ പോകുക എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് പവർഫുള്ളായ ബീസ്റ്റുകൾ വരുന്നതുകൊണ്ട് നമ്മൾ തളർന്നു, നിങ്ങൾ നോക്കെന്ന് പറഞ്ഞ് മാറി അവരെ അറ്റാക്ക് ചെയ്തതായിട്ട് പോയി. പിന്നെയും പോകുന്നുണ്ട്. അവർക്ക് ഹുൻക്ലാൻ്റെ ട്രാപ്പ് വരുന്നത് ഇപ്പോഴാണ് മനസ്സിലായത്. എങ്കിലും വൈകി പോയിരുന്നു. അവിടെ ഉള്ളവർ പിന്നെ ഡെഡായൊക്കെ വീഴാനായിട്ട് പോവുകയാണ്. ഹുൻക്ലാൻ അവിടെ നിന്ന് പോയി ശിവന് കണ്ട് നിൽക്കാനായിട്ട് പറയുകയാണ്. അവരവിടെ നിന്നു നോക്കുമ്പോൾ ദൂരെയായിട്ട് ഒരുപാട് തരം ബീസ്റ്റുകളും അതുപോലെ ഒരു 1000 പീക്ക് ലെവൽ ബീസ്റ്റ് വരികയാണ്. അതിന്റെ മുൻപിലാകട്ടെ അവിടെ ഉള്ള ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതിന്റെ വേഗത വളരെ കൂടുതലായിരുന്നു. ക്യൂൻമുഡസ കണ്ടപാടെ നേരെ ചെന്നു. എന്നാൽ അത് ടെലിപ്പോർട്ട് ചെയ്ത് മാറി നേരെ വരികയാണ്. നേരെ ശിവന്റെ നേരെ വന്നപ്പോ യോണറും ഗോഷ്വാനും കൂടെ ചേർന്നിട്ട് ഒരു ടെക്നിക്ക് അത് ചേർത്ത് ഒരുമിച്ച് വിടുന്നുണ്ട്. അതിന് കിട്ടിയതുപോലെ അത് നേരെ ഗർജിക്കുകയാണ്. അപ്പോൾ തന്നെ ഇഷ അവളുടെ പോയിസം വെച്ചുള്ള അറ്റാക്ക് അത് കൊടുക്കുന്നു. അതോടെ നേരെ തറയിൽ പറ്റി കിടക്കുകയാണ്. അപ്പോൾ തന്നെ ശിവൻ റോളർ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നേരെ വിട്ടു. ഒറ്റയടി അത് തെറിച്ചടിച്ച് വീഴുകയാണ്. എന്നിട്ട് നമുക്ക് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ ശിവന് തോന്നി. അവരവിടെ അങ്ങനെ നിൽക്കുന്നതും കാണിച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.